ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു ഈവനിങ് സ്നാക്സ് തന്നെയാണ്. റിംഗ് സമൂസയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അതിന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ: ഇവയൊക്കെയാണ് നമുക്ക് ഈ റിംഗ് സമൂസ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടത്. ഇവിടെ ഞാനിപ്പോൾ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക, കുറച്ച് ഉപ്പ്, ഇത്രയും ചേർത്ത് നല്ലവണ്ണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ചായി വെള്ളം ഒഴിച്ച് നല്ല ചപ്പാത്തിയുടെ പരുവത്തിൽ കുഴച്ചെടുക്കാം. കുറച്ചായിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല ചപ്പാത്തിയുടെ പരുവത്തിൽ നമുക്കിത് കുഴച്ചെടുക്കാം. മൈദ മാവ് നല്ലവണ്ണം കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിന് ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ള ചിക്കൻ ഫില്ലിങ്സ് റെഡിയാക്കിയെടുക്കാം. പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാളയാണ് ഞാൻ ഇതെടുത്തിരിക്കുന്നത്. അല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുകൂടെ നല്ലവണ്ണം ഇട്ട് അതിൻ്റെ ആ പച്ച ചുവയൊക്കെ മാറുന്നവരെ നല്ലവണ്ണം വഴറ്റിയെടുക്കാം. ഇതേ സമയം തന്നെ നമുക്ക് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടെ ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഒന്നുകൂടെ വെന്ത് കിട്ടണമല്ലോ, അതുകൊണ്ട് നമുക്ക് ഇതുകൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. ഒരുമിച്ച് അങ്ങ് വെന്ത് കിട്ടിക്കോളും. ഒരുമിച്ച് ഇത് വെന്തോളും. ഈ സവാളയൊക്കെ വഴളുന്ന അതേ സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് കൂടെ വഴറ്റിയെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ പിന്നെ ഉരുളക്കിഴങ്ങ് വേവാതെ പോലെ ഇരിക്കും. സവാളയും ഉരുളക്കിഴങ്ങും എല്ലാം നല്ലവണ്ണം വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ഞാൻ അധികം ഇടുന്നില്ല. പച്ചമുളക് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക. എരിവ് കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ ഇടാം കേട്ടോ. നല്ലവണ്ണം മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇടാം. ഞാനിപ്പോൾ പച്ചമുളക് 2 എണ്ണം ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പിന്നെ അധികം ചേർക്കാത്തത്. നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ്. ചിക്കനെ ഞാൻ എല്ലില്ലാതെ എടുത്ത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ചിക്കൻ ഓൾറെഡി കുക്കായതുകൊണ്ട് ഈ മസാലയൊന്നും ഇതിൽ പിടിക്കേ വേണ്ടുള്ളൂ. അപ്പം നമ്മുടെ റിംഗ് സമൂസയുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതൊന്ന് തണുക്കണം, എന്നാൽ മാത്രമേ നമുക്കത് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഒന്ന് പരത്തിയെടുക്കണം. നമുക്കിനി കുഴച്ച് വെച്ചിരിക്കുന്ന മൈദയുടെ മാവ് നമുക്ക് പരത്തിയെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന അതേ രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ട് ഇനി അതേപോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ആ ഒരു കുറച്ച് വലുപ്പത്തിൽ ഒരു ബോളാക്കിയെടുക്കുക. ബോളാക്കിയതിനെ നമുക്ക് പരത്തിയെടുക്കാം. ആദ്യം കുറച്ച് മൈദയിൽ മുക്കുന്നുണ്ട് ഞാൻ. ഇനി ഇതൊന്ന് പരത്തുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല അധികം. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കാൻ. അതുകൊണ്ട് ഞാൻ അധികം കാണിക്കുന്നില്ല. പിന്നെ നിങ്ങൾ എന്തിനാ വെറുതെ പരത്തുന്നതൊക്കെ കാണിച്ച് ബോറടിപ്പിക്കുന്നത്? അതുകൊണ്ട് പരത്തിയതിന് ശേഷം കാണിച്ചു തരാം. ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഷേപ്പ് നോക്കുന്നതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഒരു സ്ക്വയർ ടൈപ്പിൽ നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഷേപ്പ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഒരു ചെറിയൊരു
സ്ക്വയർ ടൈപ്പ് വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഈ ഒരു രീതിയിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഈ ഒരു സൈഡിൽ മാത്രമേ ഞാൻ ഈ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നുള്ളൂ. ഇത്രയും ഞാൻ വെച്ച് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം ഇത് ഈ ഭാഗത്തേക്ക് മടക്കി കൊടുക്കുക. അതിനു മുന്നേ ഈ ഭാഗത്തൊക്കെ കുറച്ച് വെള്ളം നനച്ചു കൊടുക്കുക. ഇതൊന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇത് ഇവിടത്തേക്ക് മടക്കി കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ ഒട്ടിക്കിടന്നു. അതിനുശേഷം ഇവിടെ ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കുക. ഇത് മുറിഞ്ഞു പോകരുത്. മുറിഞ്ഞു പോകാതെ വിധത്തിൽ വേണം ലൈൻ ഇടാൻ വേണ്ടിയിട്ട്. തെറ്റത്തോളം ആക്കി കൊടുക്കണ്ട. അതിനുശേഷം ഇത് നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ റോൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ രണ്ട് അറ്റവും കൂടെ ചേർത്ത് നമുക്ക് അതിനും ഇവിടെ കുറച്ച് വെള്ളം നനച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് പറ്റിച്ചു കൊടുക്കുക. നമ്മുടെ റിംഗ് സമൂസ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാക്കിയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഓരോ റിങ്സ് ഇട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളിലുള്ള ഫില്ലിങ്സ് ഒക്കെ ഓൾറെഡി കുക്കായതുകൊണ്ട് അധികം ഇതായി കിട്ടേണ്ട ആവശ്യമില്ല, വെന്ത് കിട്ടേണ്ട ആവശ്യമില്ല. ഉള്ളൊന്നും വെന്ത് കിട്ടേണ്ട ആവശ്യമില്ലല്ലോ. പുറം ഭാഗം മാത്രം ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറമായി കിട്ടിയാൽ മതി. നമ്മുടെ റിംഗ് സമൂസ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ആ രണ്ടെണ്ണം കൂടെ കുറച്ച് ഒരു ഭാഗം കൂടെ ചെറുതായിട്ടാവാനുണ്ട്. അത് കഴിഞ്ഞ് എടുക്കാം.